മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്രഹാം സാറ കുടുംബത്തിൻ്റെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കുകയായിരുന്നു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്. അവസാനം ഞാൻ 16-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞ കാര്യം, ഹാഗാറിനെ കൊണ്ട് അബ്രഹാമിന് കൊടുത്ത കാര്യം പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായി ഉള്ളൊരു തീരുമാനമായിരുന്നു അത്. അവിടെ പറഞ്ഞ പോലെ ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേ അന്നേരമാണ് പറഞ്ഞത് ദൈവം ന്യായം വിധിക്കാൻ വേണം. അവസാനം സാറായി ന്യായവിധി നടപ്പാക്കി അവളെ വിട്ട് ഹാഗാർ ഓടിപ്പോയി. ദൂതൻ ഇടപെട്ടു. ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇസ്മായിലിനെ പ്രസവിച്ചു. അപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. അബ്രഹാമിന് പിന്നീട് 99 വയസ്സ്, അതായത് 86 വയസ്സിൽ ആയിരുന്നു ഇസ്മായിലെ പ്രസവിച്ചത്. അത് കഴിഞ്ഞ് 99-ാമത്തെ വയസ്സിൽ, എന്ന് വെച്ചാൽ 13 വർഷം ദൈവം ഇടപെട്ടില്ല എന്ന് കാണുന്നു. ഇത് കാര്യമെല്ലാം നമ്മളന്ന് സംസാരിച്ചാണ്. എന്നാൽ 17-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കാനായിട്ട് ഒരുമ്പെടുകയാണ്. 17-ാം അധ്യായത്തിൽ വാഗ്ദത്ത സന്തതിയായ ഇസാക്ക് ജനിക്കും എന്നുള്ള പറയുമ്പോഴേ അബ്രഹാം ചിരിച്ചു തള്ളുന്നു. വീണ്ടും 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ വീണ്ടും 3 പുരുഷന്മാർ വന്നിട്ട് ഈ കാര്യം പറയുമ്പോഴേ സാറ അത് ചിരിച്ചു തള്ളുന്നതായിട്ട് കാണുന്നു. 18-ാം അധ്യായത്തിൽ ചിരിച്ചു തള്ളുന്നു. എന്തായാലും ദൈവം തന്നെ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്തത്തിൽ അവർക്ക് അബ്രഹാമിന് കുഞ്ഞുണ്ടായി, ഇസാക്കുണ്ടായി. പിന്നീട് നമുക്കറിയാം അത് അവർ വിശ്വസിച്ചു, അവർക്ക് കുഞ്ഞുണ്ടായി. നേരത്തെ ഉള്ള ഇസ്മായിലിനെ അവിടെ നിന്ന് മാറ്റി വാഗ്ദത്ത സന്തതി അവരോട് ചേർന്ന് വളർന്നതായിട്ട് കാണും. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നേരെ നമ്മൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ അബ്രഹാമിനെ വീണ്ടും പരീക്ഷിക്കുകയാണ്. അബ്രഹാമിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, അവസാനത്തെ പരീക്ഷയുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ മകനായിട്ടുള്ള ഇസാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറയും. ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് ദൈവം പ്രോമിസ് ചെയ്ത് കൊടുത്തൊരു കുഞ്ഞാണ്. അതിനെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക, ഓഫർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവസന്നിധിയിലേക്ക് അവനെ ഓഫർ ചെയ്യുക, ദൈവത്തിന് കൊടുക്കുക. അവനെ ദൈവത്തിന് ഓഫർ ചെയ്ത് കളയുമ്പോഴത്തേക്ക് ഈ വാഗ്ദത്തസന്തതി ഇല്ലാതെ ആയി പോവുക. ദൈവത്തിന് ഈ 99-ാമത്തെ വയസ്സിലും അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയുമെന്ന് അബ്രഹാമിനറിയാം. കാരണം ഇത്രയും പ്രായം കഴിഞ്ഞു, ഹാഗാറിൻ്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് അബ്രഹാമിന് കുഞ്ഞ് ജനിക്കുന്നത്. ഇതെല്ലാം അബ്രഹാമിനറിയാം. അബ്രഹാമിനെ വിളിച്ച വിളിയെക്കുറിച്ചറിയാം, ഹാനാനിൽ നിന്ന് പുറപ്പെട്ട കാര്യം അറിയാം, അതിനുശേഷം ട്രാവൽ ചെയ്ത കാര്യങ്ങൾ അറിയാം, ഒരുപാട് എക്സ്പീരിയൻസ് അറിയാം, ഇൻ ബിറ്റ്വീൻ ദൈവത്തിൻ്റെ പ്രോമിസസ് അറിയാം, ഇതെല്ലാം അറിയാം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമാണ് ആദ്യമായിട്ട് ഉയർപ്പിൽ വിശ്വസിച്ചതെന്നാണ്. മനുഷ്യൻ ഉയർക്കും എന്ന് ആദ്യം വിശ്വസിച്ച അബ്രഹാം എന്നാണ്. അബ്രഹാം ഒബേ ചെയ്തു, ദൈവം പറഞ്ഞു ഒബേ ചെയ്തു. അവനെ ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയി മോരിയ മലയിൽ. നമുക്ക് ഹിസ്റ്ററി എല്ലാം അറിയാം. ആട്ടുകൊറ്റനെ വന്നതും ആട്ടുകൊറ്റനെ യാഗം കഴിച്ചതുമെല്ലാം. ഒബീഡിയൻസ്, കുടുംബത്തിലെ ഒബീഡിയൻസ്, കർത്താവിനെ അനുസരിക്കുന്ന കാര്യം, അത് ഏതറ്റം വരെയും പോകാനായിട്ട് അബ്രഹാം പ്രിപ്പയർഡായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള സീൽ, ഫാമിലിയിലുള്ള സീൽ, ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കും, അത് ചെയ്യും എന്നുള്ള സീൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് കുടുംബജീവിതത്തിൽ. അങ്ങനെ ചെയ്യുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. കാരണം ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിട്ടുള്ള ദൈവമാണ്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അബ്രഹാം ദൈവത്തിൽ അനുസരിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറയത്തക്ക രീതിയിൽ സ്വന്തം പുത്രനെ കൊടുക്കുവാനായിട്ട്, ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ കൊടുക്കുവാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞു. യേശുക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്നതിൻ്റെ ഒരു സിമ്പല് പോലെ അവിടെ മോറിയ മലയിലെ യാഗവസ്തുവായിട്ട് ഇസാക്ക് ആയിത്തീരുകയും, എന്നാൽ അവിടെ യാഗം കഴിഞ്ഞില്ല, അവിടെ യാഗം നടത്തേണ്ടി വന്നില്ല. ആ ആക്ട് ഓഫ് ഓഫറിങ്, അതാണ് ആക്ട് ഓഫ് ഓഫറിങ്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരുമില്ലെങ്കിൽ ദൈവം പറഞ്ഞത് ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം അബ്രഹാമിന്, അവൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് നമ്മളറിയാം. ദൈവത്തെ അനുസരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കുടുംബങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങളെ
ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് കാണാം. എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനായിട്ടുണ്ട്. ദൈവത്തെ അനുസരിച്ച കുടുംബം. നമുക്ക് ഒരു ചുരുക്കമായ ഒരു കാര്യമെങ്കിലും ഞാൻ പറയണ്ടേ. നമ്മുടെ മുമ്പിലുള്ള CMC വെല്ലൂർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ, ഈ ലോകം നശിച്ചു പോകുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ബേർഡൻ കൊണ്ട് വിദേശത്തുള്ളൊരു വ്യക്തി അനുസരിച്ചത് കൊണ്ടാണ് അത് നമ്മുടെ മുമ്പിൽ ഇന്ന് ഇന്ത്യയുടെ തന്നെ വലിയൊരു മകുടമായിട്ടിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ചു. അതുകൊണ്ടാണ് അത് അങ്ങനെയായി തീർന്നത്. ഇന്ന് തന്നെ വിശുദ്ധ ബൈബിള് ഏകദേശം 34 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത വില്യം കേറിയുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. തൻ്റെ ജീവിതം അതിനുവേണ്ടി ഹോമിച്ചു. അതിൽ നിന്ന് വലിയ വലിയ വിടുതലുകൾ ലോകത്തിന് തന്നെ ഉണ്ടായി, ഇന്ത്യക്ക് മുഴുവനുണ്ടായി. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ഒബീഡിയൻസ്, ദൈവം പറഞ്ഞത് അനുസരിക്കുന്ന കുടുംബങ്ങളിലെ ദൈവം തന്നെ മഹത്വം അയക്കും. അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല. ദൈവം അത് പിന്നെ ഉയർത്തും. നമ്മളത് വെയിറ്റ് ചെയ്യുക, വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, അതിന് മുമ്പ് നടന്നൊരു കാര്യം. അതുകൂടെ പറഞ്ഞ് ഞാൻ കുടുംബത്തിലെ ക്യാരക്ടേഴ്സ് അവസാനിപ്പിക്കാം. ഹോസ്പിറ്റാലിറ്റി ഇൻ ദ ഫാമിലി. അവിടെ ദൂതന്മാർ വന്നു. അതിന് മുമ്പ് ഈ അനൗൺസ്മെൻറ്റിന് വേണ്ടി വരികയാണ്. വന്നപ്പോഴേ ആ ദൂതന്മാരെ സൽക്കരിക്കാനായിട്ട് അബ്രഹാം കാണിച്ച മാതൃക ഏറ്റവും പ്രധാനമാണ്. ദൈവദൂതന്മാരെ പോലും സൽക്കരിക്കുന്നതായിട്ട് കാണും. അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. അവരിൽ കൂടി ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യുകയാണ് കാണുന്നത്. അത് മുമ്പുള്ള ഒരു കാര്യമാണ്. ഹോസ്പിറ്റാലിറ്റി ഇൻ ദ ഫാമിലി, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇനിയും ഇതിനകത്ത് നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്നാൽ ഞാൻ ചുരുക്കമായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നും അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് 6 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരുമിച്ചുള്ള തീരുമാനം, കുടുംബത്തിലെ ദൈവഹിതമനുസരിച്ചുള്ള തീരുമാനം. രണ്ടാമത് പറഞ്ഞത് ലോകത്തിലുള്ള നന്മകളെയൊക്കെ ഉപരിയായിട്ട് സഹോദരന് വേണ്ടി നന്മ ചെയ്യുന്നതിനുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ സഹോദരന് ഡിസിഷൻ മേക്കിങ്ങിനുള്ള തീരുമാനം. മൂന്നാമത് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരോധമായിട്ടുള്ള തീരുമാനം, അത് ഏറ്റവും അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം തന്നിരിക്കുന്നെങ്കിൽ അത് ഏത് സമയത്തും ദൈവം നിർവഹിക്കും എന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞതാണ്. അഞ്ചാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിനോടുള്ള ഒബീഡിയൻസ്, ദൈവത്തെ അനുസരിക്കുക, കുടുംബമായിട്ടുള്ള ദൈവത്തെ അനുസരിക്കുക. അതാണ് ഇന്ന് പ്രധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അഞ്ചാമത് ദൈവത്തെ അനുസരിക്കുന്ന കാര്യം പറഞ്ഞു. ആറാമത് നിങ്ങളോട് പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ഇൻ ദ ഫാമിലി, കുടുംബത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി. നിങ്ങൾ ദൂതന്മാരെ പോലും അറിയാതെ സൽക്കരിക്കുന്ന കാര്യം നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അത് ചെയ്യുന്ന, കാരണം ഇതൊക്കെ കുഞ്ഞുങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത തലമുറ ഇത് കണ്ട് പഠിക്കേണ്ടതാണ് പല കാര്യങ്ങളും. അത് ചില വീടുകളിലൊക്കെ ചെന്നാൽ വെള്ളം പോലും, കാരണം ചില സിറ്റുവേഷൻസിൽ ഇന്ന് അങ്ങനെയാണ്. കാരണം കള്ളന്മാരും കവർച്ചക്കാരും ഒക്കെ കയറി വരുന്ന സാഹചര്യങ്ങളിൽ ഇന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ദൈവദൂതന്മാരെ പോലും സൽക്കരിക്കുന്ന കുടുംബം, ഈ ഒരു ക്യാരക്ടേഴ്സിലെ ഉള്ള കുടുംബങ്ങൾ ഇന്ന് തീരെ കുറവാണ്. കാരണം ഭാര്യ ഒരു രീതിയിൽ, ഭർത്താവ് വേറെ രീതിയിൽ, തീരുമാനങ്ങൾ വേറെ രീതിയിൽ, കുഞ്ഞുങ്ങൾ വേറെ രീതിയിൽ, ആ ഒരു സ്റ്റൈലിൽ പോകുമ്പോഴേ എല്ലാവരും ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെടുന്ന സ്റ്റൈല്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, അവരുടേതായിട്ടുള്ള ലോകം, അവരുടേതായിട്ടുള്ള ജീവിതം, അതിനകത്ത് സ്വാതന്ത്ര്യം വേണം. എന്നാൽ ദൈവഹിതവും ദൈവകൽപ്പനയും ആ കുടുംബങ്ങളിൽ അനുസരിക്കപ്പെടാതെ പോകുന്നു എന്ന് കാണും. അതുകൊണ്ട് ഇന്ന് ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ ജീവിപ്പാനായി ദൈവം നമ്മളെ ഇടവരുത്തിട്ട് അബ്രഹാമിൻ്റെ കുടുംബത്തിലെ ആ സ്റ്റൈല് നമ്മുടെ ജീവിതങ്ങൾ ഫലപ്രദമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാമിൻ്റെ കുടുംബത്തിലെ കർത്താവെ, നീ കർത്താവെ കാണിച്ചിട്ടിരിക്കുന്ന ആ ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അതായിത്തീരുവാനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നല്ല ഗുണപാഠങ്ങൾ കർത്താവെ
ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അബ്രഹാമിൻ്റെ അനുസരണം അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അബ്രഹാം ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് അനുസരിക്കുന്നതായിട്ടുള്ള കുടുംബം. അവിടെ വലിയ അനുഗ്രഹങ്ങൾ, നന്മകൾ വന്നു. പിന്നീട് ജാതിയായിട്ട് കുലമായി തിരിയുവാനായിട്ട് കർത്താവെ അവർ ഇടവരുത്തി ഓർത്ത സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം ആ കുടുംബങ്ങൾ കൂടി വെളിപ്പെടുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യണം. ഇനി നമ്മൾ 2-3 ഫാമിലിയും കൂടെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഈ ഫാമിലി സീരീസ് ഇതിൽ എൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.